പ്രമുഖ കത്തോലിക്ക റേഡിയോ അവതാരകനും എഴുത്തുകാരനും ആവേ മരിയ റേഡിയോയുടെ സ്ഥാപകനും പ്രസിഡന്റുമായ എ.ഐ. ക്രസ്റ്റ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മുൻ ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് സമൂഹാംഗമായിരുന്ന ക്രസ്റ്റ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ആയിരങ്ങളെ തിരുസഭയിലേക്ക് അടുപ്പിച്ചിരുന്നു. ക്രസ്റ്റയുടെ ശബ്ദം EWTN കാത്തലിക് റേഡിയോ ഉൾപ്പെടെ 100 കണക്കിന് റേഡിയോ സ്റ്റേഷനുകളിൽ നിന്ന് സംപ്രേഷണം ചെയ്തിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. 1951 ന്യൂ ഇംഗ്ലണ്ടിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം നല്ല തുടക്കമായിരുന്നില്ല. 1960കളിലെ സ്റ്റീരിയോ ടൈപ്പിക്കൽ കുട്ടി എന്നാണ് അദ്ദേഹം തന്നെ സ്വയം വിശേഷിപ്പിച്ചത്. പിന്നീട് സംഗീതജ്ഞനായെങ്കിലും സംഗീതവും സുഖഭോഗവും സ്വയം കേന്ദ്രീകൃതവുമായ ഒരു ജീവിതശൈലിയും അദ്ദേഹം പിന്തുടർന്നു. 1969 വീട് വിട്ടിറങ്ങിയ അദ്ദേഹം തെരുവിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഈ സമയങ്ങളിൽ അദ്ദേഹം മയക്കുമരുന്നിൻ്റെ പിടിയിലായി. 1974 മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരിക്കെ ക്രസ്റ്റ ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം സ്വീകരിച്ചു. ഒരു പാസ്റ്റർ എന്ന നിലയിൽ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് ആധികാരികമായ ചോദ്യങ്ങൾക്ക് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ഉത്തരം നൽകാൻ അദ്ദേഹം ഏറെ പാടുപെട്ടിരുന്നു. 1990കളുടെ തുടക്കത്തിൽ കത്തോലിക്ക ചോദ്യങ്ങൾക്കുള്ള കത്തോലിക്ക ഉത്തരങ്ങൾ എന്ന എപ്പിസോഡിന്റെ ഭാഗമായി ക്രസ്റ്റ തൻ്റെ ഇവാഞ്ചലിക്കൽ കേന്ദ്രീകൃത റേഡിയോ പ്രോഗ്രാമിൽ ഒരു കത്തോലിക്ക വൈദികനെ സ്വാഗതം ചെയ്തു. ഓരോ ചോദ്യങ്ങൾക്കുമുള്ള വൈദികന്റെ മറുപടികൾ അദ്ദേഹത്തെ വളരെ സ്വാധീനിക്കുകയും തൻ്റെ ജീവിതത്തിലെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളായി അവ മാറുകയും ചെയ്തു. അങ്ങനെ 1992 അദ്ദേഹം കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. പിന്നീടുള്ള ക്രിസ്റ്റയുടെ പ്രൊഫഷണൽ ജീവിതം കത്തോലിക്ക വിശ്വാസത്തിൽ ഊന്നിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ റേഡിയോ അവതരണം അനേകർ ക്രിസ്തുവിനെ അറിയുന്നതിന് കാരണമായിട്ടുണ്ട്.